വാഹനത്തിന് മുകളിൽ കയറി നിൽക്കുന്നവർ ഈ വണ്ടി നീളണമെങ്കിൽ ഷാഫിന്റെ മുന്നിൽ വരണം. നിങ്ങൾ ബേക്കോട്ട് പോകണം. ഞാൻ നിൽക്കാനാകില്ല. നിങ്ങൾ സ്വയം നിയന്ത്രിക്കണം. രാജൻ മരുന്നേരി ഒന്ന് പറഞ്ഞുകൊണ്ടാക്ക്. നിങ്ങൾ ഇങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് ഇരിക്കലോ നിങ്ങൾ സഹകരിക്കണം. നിങ്ങളാണ് ഈ മുന്നണിയുടെ ശക്തി. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളാണ് നിർബന്ധമായി ഷാഫിക്ക് ആ വണ്ടി തിരിക്കാനുള്ള സൗകര്യം പാർട്ടി പ്രവർത്തകന്മാർ ചെയ്തു കൊടുക്കുക. അദ്ദേഹം ആ വണ്ടിയിലാണ് തുറന്നിരിക്കുക. ആ വണ്ടി മുന്നോട്ട് നീക്കിക്കൊടുത്ത് പാർട്ടി പ്രവർത്തകന്മാർ ഈ വണ്ടിയുടെ ബാക്കിലായി നിൽക്കണം. നിർബന്ധമാണ്. ഒന്ന് നീങ്ങാന് നിങ്ങളുടെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നീക്കല്ലേ. ഷാഫിന്റെ വണ്ടി തിരിക്കണം. ഷാഫിക്ക് തുറന്ന വണ്ടി കയറണം. അതിന് നിങ്ങൾ ഓരോരുത്തരെ ഏർപ്പാട് ചെയ്ത് കൊടുക്കും. ചരിത്രമുറങ്ങുന്ന പേരാമ്പ്രയുടെ മണ്ണിലൂടെ കർമ്മധീരരായ ഷാഫി പറമ്പിലിനെ 1 ലക്ഷത്തിന് മേലെ വോട്ടിന് വിജയിപ്പിച്ച നാടിൻ്റെ നല്ല മനുഷ്യർക്ക്, നാടിൻ്റെ നല്ല മുഖങ്ങൾക്ക്, നാടിൻ്റെ നന്മ നായകർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഷാഫി പറമ്പിൽ 10,000 എന്ന് പറഞ്ഞുകൂടാ, 10,000-ങ്ങളെക്കാണപ്പുറം 10,000-കണക്കിന് ആൾക്കാരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നിൻ്റെ കരുത്തായി നാളെയുടെ പ്രകാശഗോപുരമായി മാറിയ UDFന്റെ കരുത്തരായ സാരഥികൾ മലയാളത്തിൻ്റെ മണ്ണിലൂടെ ആവേശത്തോടെ കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ അനുഗ്രഹമാണ് ഇവർക്ക് ആവശ്യം. മൂവർണ്ണക്കൊടി വടകരയുടെ മണ്ണിൽ മാറിപ്പറന്ന് 1.5 ദശാബ്ദത്തിൽ ഷാഫി പറമ്പെന്ന മഹാമനീഷിയുടെ താണ്ഡവമാണ് നമ്മൾ ഇവിടെ വടകരയിൽ കാണാൻ പോകുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. നിങ്ങളുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഷാഫി പറമ്പിലിതാ അഭിമാനത്തോടെ പേരാമ്പ്രയുടെ മണ്ണിൽ ചുവട് വെച്ചുകൊണ്ട് വരുന്ന കാഴ്ചകളാണ്. എണ്ണാവുന്നവർക്ക് എണ്ണാം, കാണാവുന്നവർക്ക് കാണാം. അതാണ് ഷാഫി പറമ്പിലെന്ന ആ വലിയ മനുഷ്യയുടെ വല്ലാത്തൊരു കാഴ്ചയാണ് ഈ കാണാൻ കഴിയുന്നത്. കൈയും മെയ്യും ചേർന്ന് മാസങ്ങളോളം ഷാഫിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ മനുഷ്യർക്കും ഓരോ കുട്ടിക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഷാഫി പറമ്പിലെന്ന ആ മഹാമനീഷി.
നേതാക്കന്മാരൊക്കെ ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. കുറച്ച് സ്പീഡ് കുറയ്ക്കും, സ്പീഡ് കുറയ്ക്കാൻ പറയും. ആദർശത്തിന്റെ മർമ്മരാരവങ്ങളുടെ കുടിച്ചാർത്തൊഴുകുന്ന പ്രവാഹമായി ഇന്നിന്റെ കരുത്തായി നാളെയുടെ പ്രകാശഗോപുരമായി മാറിയ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും RMPയും ഒന്നിച്ചു നിന്നപ്പോൾ വടകരയുടെ മനസ്സും മണ്ണും മാറിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ചരിത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ വടകരയുടെ മണ്ണ് ആദർശത്തിൻ്റെ മർമ്മരാരവം മുഴുവൻ കുതിച്ചാർത്തൊഴുകി ആ മഹാമനീഷി അങ്ങനെ നടന്നു വരികയാണ്. എളിമയുടെ പ്രതിരൂപം കാവൽക്കാരൻ, വടകരയുടെ കാവൽക്കാരനായി പ്രിയപ്പെട്ട ഷാഫി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് അദ്ദേഹം ഇതാ പേരാമ്പ്രയുടെ മൺതരികളെ പുളകമണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. കാണാൻ കഴിയുന്നവർ കണ്ടുകൊള്ളുക. ഇതൊരു സമുദ്രമാണ്, മഹാസാഗരമാണ്. ഇനി ആർക്കും കഴിയില്ല എന്നുറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ഷാഫി ഇതാ കടന്നു വരികയാണ്. പച്ചക്കൊടിയുടെയും ത്രിവർണ്ണക്കൊടിയുടെയും ഹരിത പതാകയുടെയും പിന്നിലൂടെ നടന്നുകൊണ്ട് ഷാഫീദ വരികയാണ്. സുഹൃതങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന തണൽ മരങ്ങൾ നിറഞ്ഞ പാണക്കാട്ടെ തറവാട്ടിൽ നിന്നും അതുപോലെ തന്നെ മഹാനായ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഇതാ ഷാഫി കടന്നു വരികയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഷാഫിയുടെ വരവ്. പ്രിയപ്പെട്ടവരെ, വടകരയിൽ UDFന്റെ പേരോട്ടം തുറന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി വീണ്ടും വെല്ലിക്കൊടി മാറിച്ചിരിക്കുന്നു. 1.25 ലക്ഷത്തിന്റെ ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നായകന്മാരിതാ കാഴ്ചയാണ് നമ്മൾ കാണാൻ ആദർശത്തിന്റെ മർമ്മരാരവം കുതിച്ചാർത്തൊഴുകുന്ന പ്രവാഹമായി നിന്റെ കരുത്തായി നാളെയുടെ പ്രധാനമായി നിങ്ങൾ വിളിച്ചാൽ മതി. എന്നാത്തൊരു നമ്പർ വടകരയുടെ നായകൻ ഇതാ പേരാമ്പ്രയുടെ മൺതരികളെ പുളകമണിയിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാണാൻ കഴിയുന്നവർ കാണുക, എണ്ണാൻ കഴിയുന്നവർ എണ്ണുക. ഇത് വടകരയുടെ മണ്ണാണ്. വടകരയുടെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് ആ കുഞ്ഞുമോനിത കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെമ്പട ചെമ്പട
വെല്ലാണ്ടായാലില്ലാണ്ടാകും വെല്ലാണ്ടായാലില്ലാണ്ടാകും നമ്മളെ കയ്യിട്ടാലും മണ്ണും കൂട്ടിയടിക്കുന്നവർ മോനെ മക്കളെ ഞങ്ങൾ ചൊല്ലിയതല്ലേ. പാടിക്കടാ ഇങ്ങോട്ട് വാ. മോനെ കളി മാറി അടവുകളെല്ലാം വഴിമാറി മോനെ കളി മാറി അടവുകളെല്ലാം വഴിമാറി ശബിപ്പറമ്പിൽ ജേതാവേ ജനഹൃദയത്തിലെ നേതാവേ ശബിപ്പറമ്പിൽ നേതാവേ ജനഹൃദയത്തിലെ നേതാവേ. കണ്ടോളൂ കണ്ടോളൂ UDF-ിന്നാവേശം കണ്ടോളൂ കണ്ടോളൂ UDF-ിന്നാവേശം. വർഗീയതയുടെ ചീട്ടിങ് മീഡിയ മോർഫിംഗ് കഥയുമുണ്ടാക്കി ഫോട്ടോ വെച്ചൊരു സീനുണ്ടാക്കി അവസാനം കളി മാറി ഷാഫി പറമ്പിൽ ജേതാവാ. അവസാനം കളി മാറി ഷാഫി പറമ്പിൽ ജേതാവാ. മോലെ കളി മാറി അടവുകളെല്ലാം വഴിമാറി ഷാഫി പറമ്പിൽ ജേതാവേ ഹൃദയത്തിലെ നേതാവ്. കണ്ടോളെ കണ്ടോളെ ഷാഫി പറമ്പിൽ കണ്ടോളെ കോട്ടകളെ കണ്ടോളൂ UDF-ിൻ ആവേശം. എൽസൺ കമ്മിറ്റി ചെയർമാൻ പാറക്കൽ അബ്ദുൽ ഇവിടെയുണ്ട്. കൺവീനർമാരായ ഭാരതനാരായണൻ ഉണ്ട്. ഇവിടുത്തെ ചെയർമാൻ മുനീർ മാഷുണ്ട്, അശോകൻ മാഷുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി ഇവിടെ നമ്മളെ ഉണ്ടാക്കിയ വിജയം ചരിത്ര താടുകളിൽ സുവർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒന്നായി മാറാൻ പോവുകയാണ്. തുടക്കം മുതലേ നമുക്കറിയാം ഷാഫിലേക്ക് അതായത് വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചവർക്കുള്ള പ്രബുദ്ധ പടകരുടെ മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന വാക്കുകൾ ഞാനിവിടെയും ആവർത്തിക്കുന്നു. വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചവർക്കെതിരെയുള്ള പ്രബുദ്ധമായ പടകരുടെ ഏറ്റവും വലിയ മറുപടിയാണ് ഷാഫി പറമ്പിലിന്റെ 1,16,000 വോട്ട് വിജയം എന്ന് മാത്രം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിജയിച്ച നമ്മൾ വിനയാന്വിതരാവണം. നമ്മുടെ സംസ്കാരപതാണ്, നമ്മുടെ പൈതൃക പദമാണ്. തോറ്റവന്റെ വീടിന് കല്ലെറുകയും തോറ്റവന്റെ ഓഫീസിന് കല്ലെറുകയും UDF-ിന്റെ സംസ്കാരമല്ല. നമ്മൾ ഈ വിജയം വിനയത്തോടുകൂടി നെഞ്ചിലേക്ക് മനസ്സിലേക്ക് സ്വീകരിക്കുന്നു. ഇനി അങ്ങോട്ട് ദിവസങ്ങളിൽ വിജയിക്കാൻ ശ്രമിച്ചവരെയും പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരെയും നിഷ്പക്ഷരായി നിന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വടകരയുടെ വികസനത്തിനായി പോരാടുന്ന ഷാഫി പറമ്പിലിനൊപ്പം നമുക്ക് ഒരുമിച്ച് അണിനിരണമെന്ന് മാത്രം പറയുന്നു. ഇപ്പോൾ പേരാമ്പ്രയിൽ 20,000 ഭൂരിപക്ഷമുണ്ട്. അശോക മാഷ് പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് ഒഴികെ 9 പഞ്ചായത്തിലും ലീഡാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ഇതാദ്യമാണ്. ഈ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ അതാദ്യമാണ്. പക്ഷേ 2000 പേരാമ്പ്രയുടെ മണ്ണിനെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച പേരാമ്പ്രയുടെ സാരഥികൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. വിജയത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയത്തിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. 1,16,000 ചരിത്ര വിജയമാണ്. ഭേദമന്യേ എല്ലാവരും ഷാഫിക്കും UDF-നും എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും, പേരാമ്പ്രയുടെ അഭിനന്ദനങ്ങൾ. യൂത്ത് ലീഗിന്റെ അമരക്കാരൻ വടകരയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ നിർമ്മിച്ച വിജയം. ഹരിത പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അബ്ദുറഹ്മാൻ ഖാൻ സംസാരിക്കുകയാണ്. വടകരയുടെ മണ്ണിൽ UDF-ന് ഇനി സ്ഥാനമില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വടകരയുടെ മണ്ണിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിക്കുക എന്നുള്ളത് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഓക്കെ ബൈ ബൈ. ഓക്കെ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക്, അമ്മമാർക്ക്, സഹോദരന്മാർക്ക്, പ്രിയപ്പെട്ട
ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും ഏറ്റവും ശക്തമായ തിരിച്ചുവരവാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള വടകരയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വടകരയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഉപാധ്യക്ഷൻ പേരാമ്പ്രയിൽ ഷാഫിയുടെ പേരാമ്പ്രയിൽ ഡിവൈഎഫ്ഐക്കും സിപിഎമ്മിനും നേതൃത്വം കൊടുക്കുന്ന യുവ നേതാവാണ് ആദ്യമായി വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. അതിനുള്ള പ്രതികാരമാണ് പേരാമ്പ്രയുടെ ജനാധിപത്യ വിശ്വാസികൾ, മതേതരത്വ വിശ്വാസികൾ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയപ്പെട്ട ഷാഫിക്ക് നൽകിയത്. ഞങ്ങൾ ആത്മാഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയുകയാണ്, ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മുറുകെ പിടിക്കുന്ന മണ്ണാണ് പേരാമ്പ്രയുടെ മണ്ണ് എന്നുള്ളത്. ഞാനൊരു സംസാരം ധരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കടത്തനാടിന്റെ മണ്ണിൽ നമുക്ക് ആവേശമായി നമ്മുടെ പിന്തുണ നേടിക്കൊണ്ട് നമ്മുടെ വിജയക്കൊടി വാദിച്ചുകൊണ്ട് കടത്തനാട് മണ്ണിൽ വിജയിച്ച ഷാഫി പറമ്പിൽ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന ആത്മവിശ്വാസത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത മുഴുവൻ സഹപ്രവർത്തകരെയും 1000 തവണ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ നമ്മളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ ബഹുമാന്യനായ DCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വൻകരയിൽ വീഴാത്ത പ്രബുദ്ധരായ പേരാമ്പ്രയിൽ വോട്ടർമാരെ 1000 ഹൃദയം തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ കണ്ണും കരളുമായിരുന്ന ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടി കൈപിടിച്ചുകൊണ്ട് വന്ന ഷാഫി പറമ്പിൽ, ആ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിലൂടെ കരയുന്ന കേരളം, ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവർക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു 2 ഉമ്മൻചാണ്ടി വടകരയുടെ സ്വപ്നം കടന്നു വരികയാണ്. വടകര പാർലമെന്റിൽ ചെങ്കടി പോരില്ലാതെ നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ 150 തലശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കിടന്നു വീണ DYFകാരൻ കിടന്നു വീണ യുദ്ധരമ്പിൽ കൊയിലാണ്ടിയിൽ പേരാമ്പ്രയിൽ ഷാഫിയുടെ ചൈത്രയാത്ര, ഷാഫിയുടെ കൊച്ചു, ഷാഫിയുടെ ദേഹം, ഷാഫിയുടെ ജനാധിപത്യം സമ്മാനിച്ചത്. പേരാമ്പ്രയുടെ മണ്ണിൽ ചരിതം തീർത്ത 2 നേതാക്കന്മാർ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറ. നമ്മുടെ പ്രിയപ്പെട്ട പ്രായക്കുട്ടിക്ക സത്യേട്ടൻ. വടകരയിലെ കടത്തനാടിന്റെ ആവേശപൂർവമായ ഷാഫി പറമ്പിലും പ്രവർത്തനവുമാണ് വിജയം നേരിലെത്തിയ പ്രവർത്തനം നടന്നു വരികയാണ്. എല്ലാ പേരാമ്പ്രപ്പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ മനുഷ്യക്കടലാക്കിക്കൊണ്ട് കടത്തനാടിന്റെ നേതൃത്വമാരോട് ഹൃദയം തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കടന്നു. പ്രിയപ്പെട്ടവരെ,
പറഞ്ഞോ ഈ വിജയത്തെ പറ്റി നിങ്ങളൊരു അഭിപ്രായം എന്ന് പറയാം. ബ്രായ്ക്കുട്ടിക്കയാണ് നമ്മുടെ മുൻ പേരാമ്പ്ര നിയോജക മണ്ഡലം സാരഥിയായിരുന്നു. ഇത് വിഭാഗീയതയ്ക്കെതിരെ ജനങ്ങളുടെ വിധിയെഴുത്താണ്. ഇത് രണ്ട് ഭരണാധികാരിക്കെതിരെയുള്ള വിധിയെഴുത്താണ്. പേരാമ്പ്ര വടകര ജനങ്ങൾ കൃത്യമായൊരു വിലയിരുത്തി. ഇന്ത്യൻ മതേതരത്വം തിരിച്ചു വരികയാണ്. നശിച്ചു നമ്മൾ കരുതിയ മതേതരത്വം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം അക്രമത്തിനെതിരെ വിജയത്താണ് വടകരയിലെ വിജയത്തിൽ. എന്താണ് പറയാനുള്ളത്? പേരാമ്പ്രയുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു അധ്യായമാണ്. രാഷ്ട്രീയമായ അധ്യായം മാറ്റി ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ SP കുഞ്ഞമ്മദ് സാഹിബ് സംസാരിക്കുന്നു. ജനാധിപത്യത്തിന്റെ വസന്തോത്സവത്തിൽ കടത്തനാടിന്റെ മണ്ണിൽ ഷാഫി പറമ്പിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ കാവൽക്കാരനായി അഭിമാനപൂർവ്വം DCCയുടെ നേതാവ് പറഞ്ഞോളൂ. ഇന്ത്യ തിളങ്ങുന്നു. ഇന്ത്യയുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധിക്കൊപ്പം വടകരയുടെ രാജകുമാരൻ ഷാഫി പറമ്പിൽ ഞങ്ങൾ തെരഞ്ഞെടുത്തായിരുന്നു. ഏതായാലും ആദർശത്തിന്റെ മർമ്മരാരവങ്ങൾ മുഴക്കി കുതിച്ചാർത്തൊഴുകുന്ന പ്രവാഹമായി ഇന്നിന്റെ കരുത്തായി നാളെയുടെ പ്രകാശഗോപുരമായി മാറിയ ഈ UDF എന്ന പ്രസ്ഥാനം അജയ്യമാണ് വടകരയിൽ നിന്ന് വിളിച്ചോതിക്കൊണ്ട് പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബ് പറഞ്ഞോളൂ. ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഒരിക്കലും തന്നെ പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയല്ല കേരളത്തിലുള്ളത്. ഓക്കെ, UDF DCCയുടെ നേതാവ് സംസാരിച്ചോളൂ. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ ഭൂരിപക്ഷം നൽകിയ മുഴുവനാളുകളെയും കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. വടകരയിൽ CPM-ന്റെ വടകരയുടെ മണ്ണിൽ ഇടതുപക്ഷത്തിന്റെ ആയക്കടലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? പറ. ഗംഭീര വിജയം ആളുകളെ കയ്യിലേക്ക് നടക്കുന്നു. AMCCയുടെ പ്രിയ നേതാവ് പറഞ്ഞോളൂ, പറ, എന്താ പറയാനുള്ളത്? ആദ്യമായിട്ടാണ് 1,00,000 പറഞ്ഞോ, എന്താ പറയാനുള്ളത് വെച്ചാ പറഞ്ഞോ. ഷാഫിയുടെ വിജയം ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വിജയമാണ്. ഷാഫിയുടെ വിജയം അത് വോട്ട് ചെയ്ത എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഇവിടെ ഒരു ടീച്ചർ അമ്മ ഒന്ന് സംസാരിച്ചോ, എന്താ പറഞ്ഞോ? ഓക്കെ, ഇതൊരുങ്ങി വരും. എങ്ങനെ? കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ CPM-നെ തറപ്പറ്റിക്കുകയും കുൽസിത ശ്രമങ്ങളിലൂടെ രണ്ടാം ഘട്ടം പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വടകര പാർലമെന്റ് നിയോജക
അതിശക്തമായി നേതൃത്വം കൊടുത്ത് ഉന്നത വിജയത്തിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ബഹുമാന്യന്റെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ ശ്രീ ഫാറൂഖ് അബ്ദുള്ള സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ RMPIയുടെ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വടകരയുടെ മണ്ണ് ചുമക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് DYFIക്കാരനോടും ഇടതുപക്ഷക്കാരനോടും, നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്നു പിടിച്ചിങ്ങോട്ട് നോക്കുക. ഈ ജനത വർഗീയവാദികളാണോ? ഈ ജനത അശ്ലീലമാണോ? ഈ ജനത ഈ രാജ്യത്ത് വിഭാഗീയതയുണ്ടാക്കുന്നവരാണോ? അല്ല എന്ന മറുപടി. ഇവിടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമുള്ളവനും മതവിശ്വാസമില്ലാത്തവനുമുണ്ട്. CPMകാരാ, ഇടതുപക്ഷക്കാരാ, നിങ്ങളുടെ ഈ നെറികേടുണ്ടല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്കേറ്റ ഈ പരാജയം എന്നെന്നും ഒരു റെക്കോർഡായി മാറും. അത് CPMന്റെ വർഗീയതക്കെതിരെയുള്ള വിധിയെഴുത്താണ്. ഞങ്ങൾ വടകരയിലെ ജനങ്ങൾ ഷാഫിക്ക് വേണ്ടി വന്നാൽ, ഷാഫിയെ കാണാൻ വന്നാൽ, DYFIയുടെ ബുദ്ധിജീവി പറയുന്നു അത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അശ്ലീലമാണ്. എന്നാൽ ഞാൻ പറയട്ടെ സഖാക്കളെ, നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്ന് പറയുന്ന അടുത്തെത്തിയിരിക്കുന്നു. ആട്ടിന്റെ കഴുത്തിൽ 2 മുല കാണാറില്ല നിങ്ങൾ? അതിന്റെ പേരെന്താ? അജകളസ്തനം എന്നാണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ അജകളസ്തനമായി മാറിയ ആളുകളാണ് നിങ്ങൾ. അവിടേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മോഡിക്ക് എങ്ങനെയാണോ ഇന്ത്യ രാജ്യത്തെ ജനത മറുപടി കൊടുത്തത്, അഹങ്കാരിയായ മോഡിക്ക്, എന്നാൽ കേരളത്തിലെ മുണ്ടുടുത്ത മോഡിക്ക് തിരിച്ചതേപോലെ അഹങ്കാരത്തിനുള്ള മറുപടിയാണ്. നിങ്ങൾ എവിടെയുള്ളത്? ഇപ്പൊ CPM ഇടതുപക്ഷക്കാർ എവിടെയുള്ളത്? നിങ്ങൾക്ക് എത്ര സീറ്റുണ്ട്? BJPയും നിങ്ങളും ഒക്കെ ചങ്ങാതിമാരായി നിങ്ങൾ രഹസ്യധാരണയുണ്ടാക്കി, അന്തർധാരയുണ്ടാക്കി, തൃശ്ശൂരിൽ മുരളിയെ പരാജയപ്പെടുത്തി നിങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. ഐക്യജനാധിപത്യ മുന്നണി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുനിന്നത് കൊണ്ടാണ് ഈ കേരളക്കരയിൽ BJPയും CPMും തമ്മിലുള്ള ഒത്തുകളിയെ അവസാനിപ്പിച്ചതും പരാജയപ്പെടുത്തിയത്. അല്ലായിരുന്നെങ്കിൽ സ്ഥിതി മറിച്ചാകുമായിരുന്നു. അപ്പൊ നിങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, CPMന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വടകരയിലെ ജനത പ്രബുദ്ധമായ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവരാണ്. അതിനപ്പുറത്ത് സൗഹൃദത്തിന്, സമാധാനത്തിന്, അതിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ വലിയ വിജയം ഐക്യ ജനാധിപത്യ മുന്നണി നേടി. അതുകൊണ്ട് ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല, ഞങ്ങൾ മസിൽ പിടിക്കില്ല, ഞങ്ങൾ ആളുകളെ കാണുമ്പോൾ ഭീഷണിപ്പെടുത്തില്ല. വിജയാന്വിതരായി നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നാട്ടിൽ സമാധാനം വേണം, നാട്ടിൽ വികസനം വേണം, നാട്ടിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കാനും പഠിച്ചു വളരാനും ഉയരങ്ങൾ താണ്ടാനും സാഹചര്യമുണ്ടാകണം. അതിനു വേണ്ടിയാണ് ഷാഫി വന്നിരിക്കുന്നത്. സമാധാനമുണ്ടാക്കാൻ, നാട്ടിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ, അതുപോലെ വികസനമുണ്ടാക്കാൻ, വ്യാവസായിക വളർച്ചയുണ്ടാക്കാൻ വടകരയുടെ മണ്ണ് അതിനനുസരിച്ച് സമയത്ത് ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാമുള്ള നന്ദി എന്റെ പ്രവർത്തിയിലൂടെ ഞാൻ കാണിക്കുമെന്ന്. ഇത് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല. ഇത് ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ, ഈ വിജയത്തിന്റെ നേരവകാശികൾ. ഈ വിജയം, അത്യുജ്വലമായ ഈ വിജയം, ഒരുപാട് ദുരാരോപണങ്ങളെ അതിജീവിച്ച നമ്മുടെ വിജയം, വിഭാഗീയത പ്രവണതകൾക്ക് അന്ത്യം കുറിച്ച നമ്മുടെ വിജയം, വർഗീയ പ്രചരണങ്ങളെ തൂത്തെറിഞ്ഞ നമ്മുടെ വിജയം, ആ വിജയം വടകരയിലെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.